ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ കാർത്തികയെ കാണാൻ വേണ്ടി വരുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, മോള് പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാർത്തിക പറയാണ്, അതെന്നും എല്ലാ മാസവും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഐശ്വര്യമായിരിക്കും അച്ഛാന്ന് പറയുമ്പോഴേക്കും പ്രകാശൻ മനസ്സിൽ ചിന്തിക്കുക, ഇനി കോപ്പ് എല്ലാ മാസവും ഇനി ചെയ്യണോ, ഇപ്പം തന്നെ എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയത്തില്ല എന്നോർത്തിങ്ങനെ നിൽക്കുവാണ്. അത് കഴിയുമ്പോഴേക്കും കാർത്തിക ചോദിക്കുന്നുണ്ട്, അർച്ചനയൊക്കെ കഴിപ്പിച്ചല്ലേ, അമ്മയുടെ പേരിലും കഴിപ്പിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും പ്രകാശൻ നാണം കുണിങ്ങിയ പോലെ ചെയ്തു മോളെ എന്നൊക്കെ പറയുവാണ്. അദ്ദേഹം പറയും, എനിക്ക് മോളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറയുമ്പോഴേക്കും കാർത്തിക മനസ്സിൽ ചിന്തിക്കുക, തനിക്കെൻ്റെ അമ്മയെ കാണണമെന്നായിരിക്കും, ഇനി അമ്മയോട് സംസാരിച്ച് തുടങ്ങണമെന്നായിരിക്കും എന്നിങ്ങനെ മനസ്സിൽ പറയുമ്പോഴേക്കും പ്രകാശം പറയാണ്, അല്ല ഞാനിതുവരെ മോളുടെ അമ്മേനെ കണ്ടിട്ടില്ലല്ലോ, സംസാരിച്ചിട്ടുമില്ല, ഒച്ചയും കേട്ടിട്ടില്ല, ഒരു ഫോട്ടോയോ അല്ലെ കാണാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും കാർത്തിക പെട്ടെന്ന് പറയാം, അതൊക്കെ സമയമാകുമ്പോൾ കാണാം, അമ്മയാണെങ്കിൽ ഇച്ചിരി നാണക്കാരിയാണ്, അമ്മ അങ്ങനെ പെട്ടെന്നൊന്നും വരുകയല്ല മുമ്പിൽ, പിന്നെ എൻ്റെ സ്വന്തം അച്ഛൻ്റെ അതേ മുഖച്ഛായ ഉണ്ട് അച്ഛനെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അമ്മ സമ്മതിക്കുക തന്നെ ചെയ്ത ഈ ബന്ധത്തിന്, അതുകൊണ്ട് കുറച്ചുകൂടെ സമയം വേണമെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ പ്രകാശം പറയണം, അത് കുഴപ്പമൊന്നുമില്ല, സമയമൊന്നും എടുത്തോ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്തായാലും മോളുടെ അമ്മേനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും കാർത്തിക പറയുകയാണ്, ഇനിയിപ്പോൾ ചെന്നൈക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ, പോകുമ്പോൾ അമ്മയെ കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇവിടെ ഒത്തിരി തിരക്കുകളുണ്ടല്ലോ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ്റെ നമുക്ക് എന്തായാലും താമസിക്കാതെ തുടങ്ങിയാൽ മാത്രം പോരാ, അതിൻ്റെ ലാഭവിഹിതം 50% നിങ്ങൾക്ക് എടുക്കാം, വേണമെങ്കിൽ അത് വെച്ച് നിങ്ങൾക്കൊരു ബിസിനസ്സും തുടങ്ങാമെന്ന് പറയുമ്പോഴത്തേക്കും പ്രകാശം പറയും, അയ്യോ അതൊന്നും വേണ്ട മോളെ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുകയില്ല, മോളുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയും കൂടെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അമ്മൂമ്മയുടെ ഫുഡിന് നല്ല കൈപ്പുണ്യം ആയതുകൊണ്ട് ഇപ്പം നമ്മുടെ ക്വാണ്ടിറ്റിയിലും ഒരുപാട് പുരോഗമനമുണ്ട്, അതുകൊണ്ട് കച്ചവടം കൂടിയിട്ടുണ്ടെന്നൊക്കെ പറയുവാണ്. അതൊക്കെ കേട്ട് പ്രകാശൻ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുവാണ്. പിന്നെ കാണിക്കുന്ന രാത്രിയിൽ രൂപയുടെ വീട്ടിലോട്ട് കിരണും കല്യാണിയും കൂടെ ചെല്ലുന്നതാണ് കേട്ടോ. അപ്പോൾ CS രൂപയും കൂടെ ചേർന്ന് അവരെ വീട്ടിലോട്ട് ക്ഷണിക്കുവാണ്. കല്യാണിയുടെ മുഖത്തെ സങ്കടം കാണുമ്പോൾ കിരൺ പറയുന്നുണ്ട്, പോകുന്നതിൻ്റെ വിഷമമാണെന്ന് പറയുമ്പോഴത്തേക്കും കല്യാണി പറയുന്നുണ്ട്, അതച്ചാ പോകാൻ വേണ്ടി എല്ലാ പ്രോത്സാഹനവും തന്ന കിരണേട്ടനാ, പക്ഷേ കിരണേട്ടൻ്റെ മുഖത്തെ വിഷമം കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ഒരാഴ്ചയൊന്നും ഞങ്ങൾ ഇത്രയും നാളെ മാറി നിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ CS പറയുന്നുണ്ട്, ഒരു ജന്മം മുഴുവൻ മാറി നിന്ന് ഞങ്ങളോടാണോ നീ പറയുന്നത്, എന്തായാലും സാരമില്ല, മോള് പോയിട്ട് വാ, നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, കുഞ്ഞിനെയും കൂടേക്ക് കൊണ്ടുപോവാ, ദീപയോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ, അല്ലെ എൻ്റെ വീട്ടിൽ കിരണും ഇവിടെ വന്ന് നിൽക്കട്ടെ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പം നമ്മുടെ രൂപയും പറയാം, നേരാ എനിക്കൊരു കൂട്ടാവുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സെർവൻ്റ് ചേച്ചി ജ്യൂസും കൊണ്ട് വരുന്നുണ്ട്, അത് നേരം അമ്മയ്ക്കൊരു കൂട്ടാവും എന്ന് പറയുമ്പോഴേക്കും കിരണും കല്യാണിയും കളിയാക്കി പറയുന്നുണ്ട്, അമ്മയ്ക്കിപ്പോൾ അല്ലേലും കൂട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രൂപയ്ക്ക് ചെറിയ നാണമൊക്കെ വരുവാണ്. അത് കഴിയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഇത്രയും പ്രശസ്തിയൊന്നും വേണ്ടായിരുന്നു, ഇതിപ്പോൾ കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ രൂപ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല മോളെ, ഇത് ദൈവങ്ങൾ മോക്ക് വേണ്ടി വിധിച്ചേക്കുന്നതാണ്, നന്നായിട്ട് തന്നെ വരട്ടെ എന്നൊക്കെ പറയുവാണ്. പിന്നെ കാണിക്കുന്ന രാത്രിയിലെ മനോഹറിനെയും സരയുവിനെയാണ് കേട്ടോ. അപ്പോൾ സരയു ഇങ്ങനെ, ഇന്നവിടെ പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയല്ല എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് നിഷ ഇങ്ങനെ മനോഹറിനെ പറ്റി ചിന്തിച്ചിരിക്കുക, റോഹിയാണിനെ ഇപ്പോൾ എന്ത് ചെയ്യുക, ഒച്ചയൊന്ന് കേട്ടാലോ, വിളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. ആ സമയത്ത് മനോഹറിൻ്റെ ഫോൺ എടുത്തിട്ട് നമ്മുടെ സരി ചോദിക്കുകയാണ്, ഇതാരാ ഈ നാഷ് കൊറിയ, അപ്പോഴേക്കും നിഷയുടെ പേര് നമ്മുടെ മനോഹർ നാഷ് എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നാഷ് കൊറിയ എന്നാണോ നോക്ക്, അത് കൊറിയയിലൊരു ബിസിനസ് ഫ്രണ്ടാണ്, വിളിച്ചാൽ ഫോൺ വെക്കുമല്ല, ഞാൻ എന്തായാലും പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം, മോളും ഇവിടെ ഇരിക്കും കേട്ടോ എന്ന് പറയുവാണ്. അപ്പോൾ സരി ഇങ്ങനെ, എനിക്ക് വേണ്ടി സമയം കിട്ടുന്നില്ല, എപ്പോഴും ഈ ബിസിനസ്സിന് ഓട്ടം ആണല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ചിന്തിച്ച് അവിടെ ഇരിക്കുവാണ്. അത് കഴിയുമ്പോഴേക്കും മനോഹർ താഴോട്ട് ചെല്ലുമ്പോഴേക്കും നമ്മുടെ രാഹുൽ അവിടെ ഇരിക്കുക. അപ്പോഴത്തേക്ക് രാഹുലിനോട് ചോദിക്കുന്നുണ്ട്, തന്നെ എന്താ ഭാര്യ പുറത്താക്കിയോ, അതോ തൻ്റെ ഉറക്കം പോയോ എന്ന് ചോദിക്കുമ്പോഴേക്കും രാഹുൽ പറയാം, നിന്നെ കണ്ടപ്പോഴേ എൻ്റെ ഉറക്കം പോയി, പിന്നെ എൻ്റെ ഭാര്യയോട് നീ വല്ലതും പറഞ്ഞോ എന്നാണ് എനിക്ക് സംശയം, നാട്ടിലിപ്പോൾ കുറുക്കന്മാർക്കൊക്കെ വംശനാശം സംഭവിക്കുകയാണെങ്കിലും നിന്നെപ്പോലെ കുറേ എണ്ണം ഉണ്ടല്ലോ എന്ന് പറയുവാണ്. അപ്പോൾ മനോഹർ പറയാം, ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അവർ നിങ്ങളുടെ തലക്കടിച്ച് കൊല്ലാതെ നോക്കിയോ, അവരെന്തോ അറിഞ്ഞ ലക്ഷണം ഉണ്ടെന്ന് പറയുവാണ്. ആ സമയത്ത് വീണ്ടും നാഷ് കൊറിയ എന്നുള്ള ഫോൺ വരുമ്പോഴേക്കും രാഹുൽ ചോദിക്കും, ആരാന്ന് ചോദിക്കുമ്പോഴേക്കും മനോഹർ പറയാം, നിങ്ങളൊരു ഹെൽപ്പും കൂടെ ചെയ്യണം, നിങ്ങൾ എൻ്റെ അങ്കിളാന്നും പറഞ്ഞാൽ നമ്മൾ വന്നായിരുന്നല്ലോ റിലേറ്റീവ് കല്യാണത്തിന്, അപ്പം നിഷയാണ് വിളിക്കുന്നത്, നിഷയോട് നിങ്ങൾ ഫോൺ എടുത്തിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ബോംബെക്ക് വന്നായിരുന്നു അമ്മാവൻ്റെ ചടങ്ങ് കൂടാൻ വേണ്ടി, അത് കഴിയുമ്പോഴും ഇവിടെ എല്ലാവരും നിഷയുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചതിന്, കല്യാണം കഴിഞ്ഞു എന്നൊക്കെ അവതരിപ്പിച്ചതിന് എന്നെ എടുത്തിട്ട് പൊരിക്കുവാന്ന് അവളോട് പറഞ്ഞ് ഒന്ന് പലിപ്പിക്കണം എന്ന് പറയുവാണ്. അങ്ങനെ മനസ്സോടെ നമ്മുടെ രാഹുൽ ഫോൺ എടുത്തിട്ട് നിഷയോട് പറയുവാണ് കേട്ടോ, മോളുടെ അച്ഛൻ്റെ ഫ്രണ്ടാന്ന് കല്യാണത്തിന് വന്നായിരുന്നല്ലോ റോഹിയുടെ കൂടെ,
ഞാനിപ്പോൾ റോഹിയുടെ ഇവിടെ ചടങ്ങിനും വന്നായിരുന്നു അമ്മാവൻ്റെ. അപ്പോഴും മോളെ ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അവനെ വഴക്ക് പറയുക, ഈ സാഹചര്യത്തിൽ കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന നിഷയ്ക്ക് ആകെ വിഷമമാവുകയാണ്. നിഷ പറയാം, സോറി അങ്കിൾ, ഞാൻ പെട്ടെന്ന് റോഹിയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചതാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മനോഹർ നമ്മുടെ രാഹുലിന് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്ന കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനം.